ഹലോ മൈൻഡ് സീരീസ് എപ്പിസോഡ് നമ്പർ 6. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ ആരോഗ്യത്തെ അഫക്റ്റ് ചെയ്യും എന്നതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് പ്ലാസിബോ എഫക്റ്റ് ആൻഡ് നോസിബോ എഫക്റ്റ്. എന്താണ് പ്ലാസിബോ എഫക്റ്റ്? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മരുന്നിന് കടുത്ത ക്ഷാമം വന്ന സമയത്ത് ഇഞ്ചേർഡ് ആയിട്ടുള്ള സോൾജിയേഴ്സിന് പകരം പെയിൻ കില്ലറായിട്ട് സോൾട്ട് വാട്ടർ കൊടുത്തു. ഈ സോൾട്ട് വാട്ടർ കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞു കുറച്ച് ഉപ്പുണ്ടെന്നേ ഉള്ളൂ, ഇത് ഏറ്റവും നല്ല പെയിൻ കില്ലറാണെന്ന്. അവരുടെ ബോഡിയിൽ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്തു. കാരണം അവർക്കറിയത്തില്ല അതൊരു സോൾട്ട് വാട്ടർ ആണെന്ന്. അതാണ് പ്ലാസിബോ എഫക്റ്റ്. അതാണ് നോസിബോ എഫക്റ്റ് എന്ന് നിങ്ങൾക്കറിയണ്ടേ? ഒരു എക്സാമ്പിൾ പറയാം. വധശിക്ഷയ്ക്ക് വിധിച്ച കുറേ ജയിൽ പുള്ളികളെ വേണമെന്നാവശ്യപ്പെട്ട് ഒരു സയൻറ്റിസ്റ്റ് ജയിൽ അതോറിറ്റി അപ്രോച്ച് ചെയ്തു. അവർ പറഞ്ഞു ഓക്കെ, എന്തായാലും ഇവർ വധിക്കാനുള്ളവരാണ്, നിങ്ങൾ എടുത്തോളൂന്നു. അപ്പോൾ സയൻറ്റിസ്റ്റ് പറഞ്ഞു എനിക്ക് ഇവരുടെ ദേഹത്ത് 100 ഡിഗ്രി സെൽഷ്യസ് ചൂടുവെള്ളം ഇവരുടെ മേത്തൊഴിച്ചിട്ട് ബേൺസ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് അയാൾക്ക് പഠിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് ജയിൽ പുള്ളികൾ പരിഭ്രാന്തരായി. പക്ഷേ അവരൊന്നും പറയാതെ പോയല്ലേ പറ്റൂ. അവർ പോയി. എന്നിട്ട് ഈ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു? തണുത്ത വെള്ളം ഇവരുടെ മേത്തേട്ടൊഴിച്ചു. 100 ഡിഗ്രി സെൽഷ്യസ് ചൂടുവെള്ളം ഒഴിക്കുന്നു പറഞ്ഞിട്ട് തണുത്ത വെള്ളമാണ് ഒഴിച്ചത്. പക്ഷേ സഡൻ തന്നെ ഇവർ മരിച്ചു വീഴുകയായിരുന്നു. കൂടാതെ ഇവരുടെ ദേഹത്ത് പൊള്ളലുകൾ ഉണ്ടായിരുന്നു. കാരണം അവരുടെ മനസ്സിൽ ഇത് 100 ഡിഗ്രി സെൽഷ്യസ് ചൂടുവെള്ളമായിരുന്നു. എന്താണെന്നല്ലേ? ഇതാണ് നോസിബോ എഫക്റ്റ്. സോ നമ്മുടെയൊക്കെ പലരുടെ ജീവിതത്തിൽ പ്ലാസിബോ എഫക്റ്റും നോസിബോ എഫക്റ്റും ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബി ദ ലൈറ്റ്.